Extended ER features. ഒരു ER ഡയഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യാനുള്ള ഒരു കൺസെപ്ച്വൽ മോഡലാണ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ER കൺസെപ്റ്റ്സ് നമുക്ക് മോഡൽ ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് some aspects of the database may be more aptly expressed by certain extensions to the basic ER model. പല ലിമിറ്റേഷൻസും നമുക്ക് ഈ ഒരു കൺസെപ്റ്റിലൂടെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നത് സ്പെഷ്യലൈസേഷൻ. Specialization represents a top-down design approach, and it is a process of dividing an entity set into sub-entities based on their characteristics. And the subset of entities within an entity set may have attributes that are not shared by all the entities in the entity set. And here it is also referred as a superclass-subclass relationship. For example, the entity set person may be further classified as one of the following: employee and student. And here in ER diagram we can represent the specialization by a hollow arrow heading pointing from the specialized entity to the other entity, and here we refer to this relationship as the E-say relationship. Stands for E-say. For example, an instructor is an employee, a student is a person, a secretary is an employee, an employee is a person. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞുള്ള ഒരു എക്സ്റ്റെൻഡഡ് ER ഫീച്ചറാണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമ്മൾ ഒരു എൻറ്റൈറ്റി സെറ്റിൽ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളതിനെ സബ് ഗ്രൂപ്പ് ചെയ്തിരിക്കുകയാണ്, അതായത് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ഫീച്ചേഴ്സ് വെച്ച് നമ്മളതിനെ സ്പെഷ്യലൈസ് ചെയ്യുകയാണ്. അപ്പോൾ അത് നമുക്കൊരു ഈസി റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ ആ ഒരു പേഴ്സൻ്റെ എംപ്ലോയി ID എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ നമുക്ക് ആ ഒരു എംപ്ലോയിക്ക് മാത്രമാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ആ ഒരു എംപ്ലോയി ID എന്നുള്ളൊരു സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് നമുക്കൊരു എംപ്ലോയി എന്നുള്ളൊരു എൻറ്റൈറ്റി സെറ്റായിട്ട് നമ്മളിതിനെ ഗ്രൂപ്പ് ചെയ്തു. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് ID കോഴ്സ് എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ഒരു പേഴ്സണെ നമ്മൾ സ്റ്റുഡൻ്റായിട്ട് സബ് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നു. ഇനി ഈ എംപ്ലോയിൽ തന്നെ നമുക്കൊരു ഫാക്കൽറ്റി ആയിട്ട് അഡ്മിനിസ്ട്രേറ്റീവായിട്ട് നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാം ബേസ്ഡ് ഓൺ ദ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഡെസിഗ്നേഷൻ. അപ്പോൾ ഈ ഒരു ബേസ് ചെയ്തുകൊണ്ട് ഒരു പേഴ്സൺ എന്ന് പറഞ്ഞ എൻറ്റൈറ്റിയെ നമ്മളതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിനെയാണ് നമ്മൾ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് തുടങ്ങിയത് പേഴ്സൺ നിന്നാണ്, അവിടെ നിന്നാണ് നമ്മൾ സബ് കാറ്റഗറൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ചാണ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ജനറലൈസേഷൻ. ജനറലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ബോട്ടം അപ്പ് അപ്രോച്ചാണ്. ഇവിടെ ഇത് ജനറലൈസേഷൻ ജസ്റ്റ് ഇൻവേഴ്സ് ഓഫ് ദി സ്പെഷ്യലൈസേഷൻ. ഇവിടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതും ഈ സെയിം വേ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ഈ സെയിം ER ഡയഗ്രാം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഹിയർ ദ മൾട്ടിപ്പിൾ എൻറ്റൈറ്റി സെറ്റ്സ് ആർ സിന്തസൈസ്ഡ് ഇൻ ടു എ ഹയർ ലെവൽ എൻറ്റൈറ്റി സെറ്റ് ഓൺ ദ ബേസിസ് ഓഫ് സം കോമൺ ഫീച്ചേഴ്സ്, and it is used to emphasize the similarities among lower level entity sets and to hide the differences. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞു ഒരു ഹയർ ലെവൽ എൻറ്റൈറ്റി സെറ്റ്, അതായത് പേഴ്സണെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തു, അതായത് അതിൻ്റെ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തു. അതേപോലെ തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഈ എംപ്ലോയിയെയും സ്റ്റുഡൻറ്റിനെയും കോമൺ ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് ഉണ്ട്, അതായത് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഫോൺ. അപ്പം ഇത്തരം കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് വെച്ചിട്ട് നമ്മളതിന് എന്ത് ചെയ്യാം, ഒരു പേഴ്സൺ എന്ന രീതിയിൽ നമുക്ക് ജനറലൈസ് ചെയ്യാം. അതുപോലെ ഫാക്കൽറ്റി, അഡ്മിനിസ്ട്രേറ്റീവ്, ഈ ഒരു രീതിയിൽ നമ്മൾ എൻറ്റൈറ്റി സെറ്റിനെ എംപ്ലോയി ID എന്നുള്ളൊരു കോമൺ ഫീച്ചർ വെച്ചിട്ട് നമുക്ക് ജനറലൈസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ജനറലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ തുടങ്ങുന്നത് ബോട്ടം ടു ടോപ്പ് അപ്രോച്ചാണ്. അപ്പോൾ ഈ സെയിം റെപ്രസെൻറ്റേഷൻ തന്നെയാണ് നമ്മൾ ഏതിൽ യൂസ് ചെയ്യുന്നത്, സ്പെഷ്യലൈസേഷൻ ആസ് വെൽ ആസ് ജനറലൈസേഷൻ. ആട്രിബ്യൂട്ട് ഇൻഹെറിറ്റൻസ്. Attribute inheritance is a property of the higher and lower level entities created by specialization and generalization. The attributes of the higher level entity sets are said to be inherited by the lower level
entity sets. For example, student and employee inherit the attributes of person. നമ്മൾ പറഞ്ഞു ഈ സ്റ്റുഡൻറ്റിനായാലും അതുപോലെ തന്നെ ഈ എംപ്ലോയിക്കായാലും സം കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു കോമൺ ഫീച്ചേഴ്സ് ആര് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്? സ്റ്റുഡൻറ്റ് അതുപോലെ തന്നെ എംപ്ലോയി. അപ്പം അത്തരം കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ആട്രിബ്യൂട്ട് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്, അതായത് ഒരു ലോവർ ലെവൽ എൻറ്റൈറ്റി അതിൻ്റെ ഹയർ ലെവൽ എൻറ്റൈറ്റീസിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. And single and multiple inheritance. If a given entity set involved as a lower level entity set in only one is a relationship, then it is called single inheritance. And if an entity set is a lower level entity set in more than one is a relationship, then the entity set has multiple inheritance and the resulting structure is said to be lattice. നമ്മൾ നേരത്തെ കൊടുത്ത ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ഇവിടെ ഫാക്കൽറ്റി എന്ന് പറയുന്ന എൻറ്റൈറ്റി സെറ്റിന് 2 ഈസ് എ റിലേഷൻഷിപ്പ് ഉണ്ട്. ഈ ഫാക്കൽറ്റിയും അഡ്മിനിസ്ട്രേറ്റീവാണ് ലോവർ ലെവൽ എൻറ്റൈറ്റി സെറ്റ്. ഈ 2 എൻറ്റൈറ്റി സെറ്റിനും 2 ഈസ് എ റിലേഷൻഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആണ്. അതുപോലെ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ലോവർ ലെവൽ എൻറ്റൈറ്റി സെറ്റാണ്, അല്ലെങ്കിൽ ലീഫാണ്. അപ്പം ഈ ലീഫ് നോഡ്സിനും അതിൻ്റെ ടോപ്പ് റൂട്ടുമായിട്ട് നമ്മൾ എത്ര ഈസ് എ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നതിന് ബേസ് ചെയ്തിട്ടാണ് സിംഗിൾ ആൻഡ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് പറയുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഈസ് എ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആണ്. അതിന് പകരം ഒരു സിംഗിൾ ഈസ് എ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് ഒരു സിംഗിൾ ഇൻഹെറിറ്റൻസ് ആണ്. നെക്സ്റ്റ്, കൺസ്ട്രെയിൻസ് ഓൺ സ്പെഷ്യലൈസേഷൻ. Constraints on which entities can be members of a given lower level entity set. ഇവിടെ 2 രീതിയിൽ കൊടുക്കാം, കണ്ടീഷൻ ഡിഫൈൻ ആൻഡ് യൂസർ ഡിഫൈൻ. കണ്ടീഷൻ ഡിഫൈൻ മീൻസ് we are setting some conditions. Here for example, customers over 65 years are members of a senior entity set. That means senior citizen is a person. ഇവിടെ നമ്മൾ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ അതിനെ സ്പെഷ്യലൈസേഷൻ ചെയ്തിരിക്കുന്നത്. അതായത് 65 ഇയേഴ്സിന് മേലെയുള്ളവർ സീനിയർ സിറ്റിസൺ എന്നുള്ളൊരു എൻറ്റൈറ്റി സെറ്റിൽ കൊടുക്കുകയാണെങ്കിൽ അതാണ് ഒരു കണ്ടീഷൻ ഡിഫൈൻഡ്. നെക്സ്റ്റ് വൺ, യൂസർ ഡിഫൈൻ. The user defined constraints based on whether or not the entities may belong to more than one lower level entity set within a സിംഗിൾ ജനറലൈസേഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് വീണ്ടും സബ് കാറ്റഗറൈസ് ചെയ്യാം, ഡിസ്ജോയിൻ്റ് ആൻഡ് ഓവർലാപ്പിംഗ്. അതായത് നമ്മൾ ഈ ചെയ്തിരിക്കുന്ന കൺസ്ട്രെയിൻസിന് 2 രീതിയിൽ കൊടുക്കാം, ഡിസ്ജോയിൻ്റ് ആൻഡ് ഓവർലാപ്പിംഗ്. ആൻഡ് ഡിസ്ജോയിൻ്റ് in disjoint, an entity belong to only one lower level entity set noted in ER diagram by writing disjoint next to the is a triangle. And in overlapping, an entity can belong to more than one lower level entity set. ഒന്നിൽ കൂടുതൽ ലോവർ ലെവൽ എൻറ്റൈറ്റി സെറ്റിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ അത് ഓവർലാപ്പിംഗ് ആയിരിക്കും. അതേസമയം ആൻ എൻറ്റൈറ്റി ബിലോങ് ടു ഓൺലി വൺ ലോവർ ലെവൽ എൻറ്റൈറ്റി സെറ്റ് ആൻഡ് നോട്ട്, അതങ്ങനെയാണെങ്കിൽ അത് ഒരു ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ഒരു യൂസർ ഡിഫൈൻഡ് കൺസ്ട്രെയിൻ ആണ്. Next one, completeness constraint. It specifies whether or not an entity in the higher level entity set must belong to at least one of the lower level entity set within the generalization. അതായത് ആ കൊടുത്തിരിക്കുന്ന എൻറ്റൈറ്റി ഏതെങ്കിലും ലോവർ ലെവൽ എൻറ്റൈറ്റി സെറ്റിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. പൂർണ്ണമായും ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് ടോട്ടൽ സ്പെഷ്യലൈസേഷനും, പാർഷ്യൽ ആണെങ്കിൽ partial specialization ആണ്. An entity must belong to one of the lower level entity set, and a partial specialization means an entity need not belong to one of the lower level entity set. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു എംപ്ലോയി ഒരു കോളേജിൻ്റെ കേസിൽ കൊടുക്കുകയാണ്. കോളേജിൽ നമുക്ക് എംപ്ലോയീസ്, ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്സ്. അപ്പോൾ ആ ഒരു എംപ്ലോയി എന്ന് പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെടുന്നതായിരിക്കും. ഒന്നുകിൽ ഒരു ടീച്ചിങ് സ്റ്റാഫ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നോൺ ടീച്ചിങ് സ്റ്റാഫ് ആയിരിക്കാം. ആ ഒരു രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ അതൊരു ടോട്ടൽ
സ്പെഷ്യലൈസേഷൻ ആണ്. നേരെ മറിച്ച് നമുക്ക് ഈ രണ്ട് കാറ്റഗറിയിലും പെടുത്താൻ വേണ്ടി പറ്റുന്നില്ല എങ്കിൽ അതൊരു പാർഷ്യൽ സ്പെഷ്യലൈസേഷൻ ആണ്. നമ്മൾ നേരത്തെ കൊടുത്ത ഒരു പേഴ്സണെ നമ്മൾ സബ് കാറ്റഗറൈസ് ചെയ്തത് ഒരു എംപ്ലോയി അതുപോലെ തന്നെ ഒരു സ്റ്റുഡൻറ്റ് എന്നുള്ള രണ്ട് കാറ്റഗറിയാണ്. ഇനി ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരു എംപ്ലോയി അല്ല അതുപോലെ തന്നെ ഒരു സ്റ്റുഡൻ്റ് അല്ല എങ്കിൽ അത് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കാറ്റഗറി ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയിലും പെടുന്നില്ല എങ്കിൽ നമുക്ക് അവിടെ ഒരു പാർഷ്യൽ സ്പെഷ്യലൈസേഷൻ എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് മറ്റൊരു കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അഗ്രിഗേഷൻ. ഒരു മോഡൽ നമുക്ക് എല്ലാ റിലേഷൻഷിപ്പും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് റിലേഷൻഷിപ്പ് എമംഗ് റിലേഷൻഷിപ്പ് കനോട്ട് ബി എക്സ്പ്രസ് യൂസിങ് എ ബേസിക് മോഡൽ. അവിടെയാണ് ഒരു അഗ്രിഗേഷൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എൻ അബ്സ്ട്രാക്ഷൻ ത്രൂ വിച്ച് ദ റിലേഷൻഷിപ്സ് ആർ ട്രീറ്റഡ് ആസ് ഹയർ ലെവൽ എൻറ്റൈറ്റി. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ഒരു കമ്പനി, ആ കമ്പനിയിൽ ഒരു മാനേജർ മാനേജ് ചെയ്യുന്നുണ്ട് ഒരു എംപ്ലോയിയെ, അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിനെ, അതുപോലെ തന്നെ അതിൻ്റെ പ്രൊജക്ട്സിനെ. അപ്പോൾ ഇതിനെല്ലാം ഒരു മാനേജസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു റിലേഷൻ ഉണ്ട്, മാനേജേഴ്സ്. അതേപോലെ തന്നെ ഒരു എംപ്ലോയി ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യാണ് ഓൺ സർട്ടൻ പ്രൊജക്റ്റ്. അപ്പോൾ അവിടെ ഒരു ടെർണറി റിലേഷൻ ഉണ്ട്, എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊജക്ട്സ്. ആൻഡ് ദിസ് എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊജക്ട്സ് ആർ constitute a ternary relationship called works on. ഇവിടെ മാനേജറും ഈ എല്ലാ റിലേഷൻഷിപ്പ് എല്ലാ എൻറ്റൈറ്റീസുമായിട്ട് റിലേഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് ഈ വർക്ക്സ് ഓണും അതുപോലെ തന്നെ മാനേജേഴ്സും ഈ രണ്ട് റിലേഷൻഷിപ്പിനെയും നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ റിഡൻഡൻസി ഉണ്ടായിരിക്കും. അപ്പം ഇത്തരം റിഡൻഡൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അത്തരം റെപ്രസെൻറ്റേഷന് ഇത് ഡയഗ്രത്തിൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം എന്നുള്ളതാണ്. And here aggregation is used to solve such a complication representation. In aggregation, we represent same employee department and project entities and their relationship as a higher level entity by aggregating. Here the entity manager who creates a relationship with a higher level entity. Today employee project department it is connected through a relationship works on. അപ്പോൾ ഈ ഒരു ടെർണറി റിലേഷൻ ഒരു ഹയർ ലെവൽ റിലേഷനായിട്ട് കൺസിഡർ ചെയ്തിട്ട് അവിടെ ഒരു ബൈനറി റിലേഷൻ ഫോം ചെയ്യാണ് ത്രൂ മാനേജേഴ്സ്. അതായത് ആ ഒരു മാനേജേഴ്സ് ചെയ്യുന്നത് ആ ഒരു റിലേഷനാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു അഗ്രിഗേഷൻ യൂസ് ചെയ്തുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റും.